ഹായ്, ഞങ്ങൾ 2 ദിവസമായി ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട്. ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. രാവിലെ നല്ല തണുപ്പാണ്. കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് കുറയും. ഇപ്പോൾ ഇവിടെ 5 ഡിഗ്രി മുതൽ 18 ഡിഗ്രി വരെയാണ് തണുപ്പ്. രാത്രിയിൽ ഏതായാലും ഉറങ്ങാൻ നല്ല സുഖമാണ്. നല്ല വൃത്തിയും വെടുപ്പും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. നടക്കാനും നല്ല സുഖമാണ്. എല്ലാ വീടിൻ്റെയും മുൻവശത്ത് ഇതുപോലെ കുറച്ച് പുൽത്തകിടികളൊക്കെ ഉണ്ട്. ഇതാ കാക്കയും കുഞ്ഞുങ്ങളും ഒക്കെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ കാക്കയ്ക്ക് നല്ല വലിപ്പമുണ്ട്. കൂടെയുള്ളത് കാക്കയുടെ കുഞ്ഞുങ്ങളല്ല, വേറെ ഏതോ ചെറിയ പക്ഷികളൊക്കെ എല്ലാവരും ഒന്നിച്ചു കൂടി കളിക്കുന്നു. പുൽത്തകിടികളൊക്കെ രാവിലെ നനച്ചു കൊടുക്കുന്നുണ്ട്. റോഡുകളൊക്കെ വിജനമാണ്, വലിയ തിരക്കുകളൊന്നുമില്ല. എല്ലാവരും രാവിലെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു. നല്ല തണുപ്പുള്ള കുളിരുള്ള ദിവസങ്ങളൊക്കെയാണ്. എവിടെയും ഒരു ശാന്തത, വിജനത. വീടുകളൊക്കെ നല്ല മനോഹരമാണ്, നല്ല വൃത്തിയായി പരിപാലിക്കുന്നുണ്ട്. ഇളം വെയിലിൻ്റെ ചൂടുകൾ ഏറ്റ് അന്തരീക്ഷം പതുക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ സൈഡുകളിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് നടക്കാൻ പ്രത്യേക നടപ്പാതയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ റോഡിന് നമ്മുടെ നാട്ടിലെ പോലെ കറുത്ത കളറല്ല, നല്ലൊരു ബ്രൗൺ കളറാണ്. കണ്ടാൽ ടാർ ചെയ്യാത്ത റോഡാണ്. മൺ റോഡാണെന്ന് തോന്നുമെങ്കിലും മൺ റോഡല്ല. നല്ല വൃത്തിയായി പരിപാലിക്കുന്നു. എല്ലാ വീടിൻ്റെയും മുൻവശത്ത് ചെറിയൊരു പുൽത്തകിടിയും ചെറിയ പൂന്തോട്ടങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയും വൃത്തിയുമുണ്ട്. എവിടെയും ചപ്പുചവറുകളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞതോ ഒന്നും കാണാനില്ല. ഈ പുൽത്തകിടികളൊക്കെ വളരെ മനോഹരമായി വെട്ടിയൊരുക്കി ക്രമീകരിച്ചിരിക്കുന്നു. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിർദ്ദേശമുണ്ട്, അങ്ങനെ ചെയ്തിരിക്കണം, വൃത്തിയാക്കി ഇട്ടിരിക്കണം. എല്ലാ വീട്ടുകാരും അല്പം ചെടികളും പൂക്കളും ഒക്കെ വെച്ച് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. അതുപോലെ എല്ലാ വീടിൻ്റെ മുമ്പിലും 2-3 വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാവുന്ന വലിയ ഗാരേജുകളൊക്കെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഷട്ടറുകൾ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യും. വീടിൻ്റെ മുമ്പിൽ ലെറ്റർ ബോക്സുകളൊക്കെ കാണാം. ഇത് കണ്ടോ, വലിയ ഗാരേജുകൾ എല്ലാ വീടിൻ്റെ മുമ്പിലും ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കാണ്. വാഹനം ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓണാകുകയും വാഹനം അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ ഓഫാകുകയും ഒക്കെ ചെയ്യും. ചെടികളും പൂക്കളും വളരെ വൃത്തിയും മനോഹാരിതയും ഒക്കെ ഉണ്ട്. റോഡിലേക്ക് ഇറക്കി വീടുകളൊന്നും പണിത് വെക്കാനായിട്ട് അനുവാദമില്ല. റോഡിൽ നിന്ന് ഇത്ര അടി അല്ലെ ഇത്ര മീറ്റർ ദൂരെ വീട് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ പണിയാൻ സാധിക്കത്തുള്ളൂ. തോന്നുന്നപടി നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊന്നും വീടുകൾ പണിത് വെക്കാനായിട്ടൊന്നും മുനിസിപ്പാലിറ്റി സമ്മതിക്കത്തില്ല. അതുപോലെ ചെറിയ വീടുകളോ കുടിലുകളോ ഒന്നും ഞാൻ ഇതുവരെ ആയിട്ടും ഇവിടെ കണ്ടിട്ടില്ല. ഇളം വെയിലിൻ്റെ പ്രകാശം വളരെ മനോഹരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, തോന്നുന്നുണ്ട്.
എവിടെയും നല്ല വൃത്തിയും മെനയും ഒക്കെ ഉണ്ട്. ഈ റെസിഡൻഷ്യൽ ഏരിയയുടെ പരിസരത്തൊക്കെ തന്നെ ചെറിയ പാർക്കുകളും ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളും നല്ലതാണ്. പഴയ മോഡലുകളിലുള്ളതും ആധുനിക രീതിയിലുള്ളതും എല്ലാം ഉണ്ട്. പുൽത്തകിടികളൊക്കെ വെട്ടിയൊരുക്കി മനോഹരമായി വെച്ചിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല ആരോഗ്യവും കുളിർമയും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ചുറ്റുപാടുകളും പരിസരങ്ങളുമാണ് എവിടെ നോക്കിയാലും. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഒരു മെച്ചം എന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത് ഈ വൃത്തിയൊക്കെയല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. വേസ്റ്റ് ബിന്നുകളൊക്കെ റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റും.